വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിയക് ടേൽസ്. അപ്പോൾ ഞങ്ങൾ നേരെ ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് പോവാണ്. ഞങ്ങളിപ്പോൾ ലിവർപൂൾ ചേച്ചിയുടെയും ചേട്ടൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർത്തൊരു ഇൻട്രോ എടുക്കാമെന്ന്. ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, ചുമ്മാ റോം ചെയ്യാം, ഫുൾ ഡേ അവിടെ എല്ലാം സ്പെൻഡ് ചെയ്യാം. ഒത്തിരി ഉണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞു. ഞാൻ പീക്കിൽ പോയിട്ടുണ്ട്, ലേക്കിൽ പോയിട്ടില്ല. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി അവിടെ ഒരു പിക്നിക് പോലെ നമുക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് BTS ഒക്കെ കണ്ടിട്ട് വരും. അഭിജിത്ത്, എന്താ പരിപാടി? ലോഡഡ് ഫ്രൈസ് ആൻഡ് മെൽറ്റ് സാൻഡ്വിച്ച്. മെൽറ്റ് സാൻഡ്വിച്ചോ? എന്താ, എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ വാങ്ങുന്നത്? ഇത് നമ്മൾ നാളത്തെ പിക്നിക്കിനും പിന്നെ രാത്രി എൻജോയ് ചെയ്യാനും. ഓക്കെ, നമ്മളിപ്പോൾ എവിടെ ഉള്ള? ലിവർപൂൾ. ഇവർ ചേച്ചിയും ചേട്ടൻ്റെ അടുത്ത് വന്നതാണ് ഗൈസ്. ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ടെസ്കോയിൽ കയറിയിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഞാൻ നല്ല ടയർഡാണ് ഗൈസ്. എനിക്ക് വീട്ടിൽ പോയൊന്ന് കിടന്നാൽ മതി. എന്താ വീഡിയോൻ്റെ കൂട്ടത്തിൽ ഒരു ഇൻഫർമേഷനും കൂടെ പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ഉണ്ടെങ്കിൽ, അബിക്ക് ഡ്രൈ സ്കാൽപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഈ ഒരു സംഭവം മേടിച്ചു. ഒരു സ്കാൽപ്പ് മോയ്സ്ചറൈസറാണ്, നല്ല എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് UK വെതറിന് ട്രൈ ചെയ്യാൻ പറ്റും. തുറക്ക്, ഇങ്ങനെ ഇങ്ങനെ നിന്നാൽ എങ്ങനെ കേറും? കണ്ടിട്ടില്ലെന്ന് ചോദിക്കാനായിട്ട് വല്ല പത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ പാത്രം? ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്നു. എൻ്റെ അകത്ത് പരിപാടികൾ തുടങ്ങുകയാണ്. ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഞാൻ ഓർത്ത് ഇവിടുത്തെ അപ്ഡേറ്റ്സ് എന്താണെന്നൊന്ന് കാണിച്ചു തരാമെന്ന്. എന്താണ് അബി, എന്താ പരിപാടി? ചിക്കൻ സീസൺ ഒക്കെ ചെയ്ത് ചിക്കൻ ഫസ്റ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കും. ഏത് സീസണാ? ട്രെയിനിങ് ആണോ? UK ആയിട്ട് പഠിക്കാൻ പറ്റില്ല, എനിക്ക് പറയാം. എന്തൊക്കെയാ ഉണ്ടാക്കാൻ പ്ലാൻ? ലോഡഡ് ഫ്രൈസ്, ലോഡഡ് ചീസി ചൊറീസോ ഫ്രൈസ്. ചൊറിയോ? തിന്നാ ചൊറി വരും. ചൊറിയോ ആയിരിക്കല്ലേ. പിന്നെ ചിക്കൻ മെൽറ്റ് സാൻഡ്വിച്ച്. ഓക്കെ, നടക്കട്ടെ. അപ്പൊ ചേട്ടനാണോ മാസ്റ്റർ ഷെഫ്? സൂഷെഫ്. ഇതെന്താ ഇത്? അതൊന്നും എനിക്കറിയാം. എനിക്ക് ഇത്ര ബുദ്ധിയൊന്നും ഇല്ലല്ലോ. ബുദ്ധിയാണ് സാറേ മെയിൻ. അതാ നിങ്ങൾ ഓർക്കും എനിക്കിവിടെ റോൾ ഇല്ലേന്ന്. സത്യം പറഞ്ഞാൽ എനിക്കൊരു റോളും ഇല്ല. അത് ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. അബി എന്തോ അങ്ങനല്ല, ഞാൻ ഉണ്ടാക്കും. ഞാൻ ഇങ്ങനെ ഭയങ്കര മെയിൻ ആയിട്ടുള്ള സാധനങ്ങളെ ഉണ്ടാക്കാൻ കേറാറുള്ളൂ അല്ലെ? അങ്ങനെ ഞാൻ ഇച്ചിരി മെയിൻ ആണ് ഗൈസ്. എപ്പോഴും ഞാൻ ഞങ്ങൾ ഒരു സാധനം കളിച്ചു. തക്കിടുക്കുട്ടെന്റെ തൊട കണ്ടില്ലേ? കൈയിട്ട് നോക്കിയാ മതി. വേണ്ട വേണ്ട ഇങ്ങനെ. ഓ, ഇതിൽ പാറ്റേൺ ഒക്കെ വന്നു. അതിന്റെ അർത്ഥം ചൂട് എണ്ണ മേലോട്ട് വരും, തണുത്ത എണ്ണ താഴോട്ട് പോകും. ഓ, അതാണ് ഡെൻസിറ്റി ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അത് ലൈറ്റ്. ഓക്കെ ഓക്കെ, എല്ലാം മനസ്സിലായില്ലേ? ഇതെന്താണ് നിന്റെ കോസ്റ്റ്യൂം കട്ടസിന്റെ? ചേട്ടാ, ഇവനെ അടിമുടി ഒന്ന് നോക്കിക്കേ. മറ്റേ കുബേരന്റെ അകത്ത് ഇവന്റെ സോക്സ് നോക്ക്. സോക്സും ഒരു ബന്ധമില്ലാത്തൊരു ബോക്സറും ഒരു ബന്ധമില്ലാത്തൊരു ജോലിയും.
ഓക്കെ. സോ ഞാൻ എന്നാ കുളിച്ചിട്ട് വരാം. എന്നിട്ട് തിന്നാനില്ല. എനിക്ക് വിശക്കുന്നല്ല. ഓക്കെ. ചേട്ടനല്ല ഫ്രൈ ചെയ്യണ്ട, അത് ഫ്രൈ ചെയ്താൽ മതി. ഇവിടെ വന്ന ഭയങ്കര ചളിയാണ്. ഞാൻ ഫ്രൈ ചെയ്യാം. ഞാൻ പോയി കുളിച്ചിട്ടുണ്ട്. കുളിച്ചോ? സെറ്റ്. അത് നായ അറിയാലോ, നായ ഈ തിങ്കളാഴ്ച തൊട്ട് സീനല്ലേ. ഞാൻ വേണമെന്ന് പറഞ്ഞാൽ മതി, പിന്നെ പതുങ്ങിയാണ്. പിന്നെ കുഴപ്പമില്ല. പിന്നെ രണ്ടാമത് എടുക്കുമ്പോൾ ജീവശലഭം ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ശരിക്കും ഇത് കേൾക്കാൻ പറ്റുമോ? ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങനല്ല. എടാ ഇവിടെ ഉണ്ടോ നോക്കടാ. അപ്പൊ ഇത്രയും ഫ്രക്സ് നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോവാ. ചുമ്മാ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഞാൻ ഇടാം. പതുക്കെ ഒരെണ്ണമില്ല ആദ്യം. കുറച്ചുകൂടെ ഇടട്ടെ? വേണം അതെല്ലാം കൂടി ഒട്ടി പിടിച്ചിരിക്കും. പ്ലേറ്റ് എടുത്തോ? ആ പ്ലേറ്റ് സെറ്റാണ്. വാട്സ്ആപ്പ് ഹിയർ. ഇത് ശരിക്കും എന്താ നീ ചെയ്യുന്നേ? ചിക്കൻ മാരിനേഷൻ. അതല്ല, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഈ ചിക്കൻ നമുക്ക് പല പല സാൻഡ്വിച്ചിന് വേണ്ടി. സാൻഡ്വിച്ച്, ലോഡഡ് ഫ്രൈസിനകത്തിൽ പോർക്ക് കഴിക്കാത്തവർക്ക് എടുക്കാം. ഓ, അതിന് മാത്രം ഇതുണ്ടോ? ഇത് കരിഞ്ഞോ? ഞാൻ നോക്കട്ടെ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ബൈ ബൈ. കുളിച്ചിട്ട് വരുമ്പോ എന്തെങ്കിലും ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ. എടുക്കോ? എനിക്ക് ഒരു മൂടുമില്ലായിരുന്നു ഗൈസ്. അഭിജിത്ത് രാജീവ് എന്നെ പുഷ് ചെയ്ത് വീഡിയോ എടുക്ക് എന്ന് പറഞ്ഞോണ്ട്. ഗുഡ്. ഇതാണ് നമ്മുടെ പിക്നിക്കിന്റെ ബാഗ്. ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ചുമ്മാ പ്രൈമാർക്കിൽ കൂടെ നടന്നപ്പോ ഇവർക്ക് ചേട്ടനും ചേച്ചിക്കും തോന്നിയാണ് എന്തുകൊണ്ട് നമുക്കൊരു പിക്നിക്ക് ചെയ്തുകൂടാ. അപ്പൊ ഞങ്ങൾ ഓർത്ത് ചെയ്യാം. അപ്പൊ ഇവരിങ്ങനെ ഒരു സംഭവമൊക്കെ മേടിച്ചു. നല്ല രസമുണ്ട് കേട്ടോ. നമുക്കിത് മഴ നനഞ്ഞാലും മനസ്സിലായി കുഴപ്പമില്ലാത്ത ടൈപ്പ് മെറ്റീരിയലാ. ഓ അടിപൊളി. ഇതാ ബാഗിന് നമ്മൾ തിരിച്ചല്ലേ. ഓ നൈസ്. അത്യാവശ്യം നല്ല സ്പേസ്. അബി ഇത് കണ്ടോ? ആ ഓ, ഇത് ഭയങ്കര നല്ല കളറും അല്ലേ. കളയിൽ എന്താ നടക്കുന്നേ? ഇവിടെ ഫോഗാണോ മറ്റേ ഫോഗാണോ നടക്കുന്നേ? ഓ, ലോഡഡ് ഫ്രൈസ് ഇത്രയായി. ഇതെന്താ ചേട്ടാ, പാലോ? പാല് കുറുക്കി. ഓ നൈസ്. ഈ ഫ്രൈസിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് അല്ലേ, വെള്ളം വരുമ്പോഴല്ലേ വരുന്നേ. ഞാൻ കുളിക്കാൻ പോട്ടെ, ശരിക്കും പോട്ടെ. ഞാൻ ഇപ്പൊ പോവും. ഓക്കെ, ഞാൻ പോയി ഗൈസ്, ഞാൻ പോയി.
ഞാൻ ജസ്റ്റ് ഈ ഷാമ്പൂ കണ്ടീഷണറും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടുന്ന് ട്രൈ ചെയ്തതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ലൊരു ഷാമ്പൂ കണ്ടീഷണർ മാസ്ക് ആയിരുന്നു. ഞാൻ വന്നു. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എൻ്റെ സ്നേഹനിധിയായ ചേട്ടനും എൻ്റെ സ്നേഹനിധിയായ ഹസ്ബൻഡും എൻ്റെ സ്നേഹനിധിയായ ചേച്ചിയും എല്ലാവരും കൂടെ ഇതെല്ലാം കളർഫുള്ളാക്കി. ഞാൻ നടനോ നടനോ എന്നെ മിസ് ചെയ്തോ പാച്ചു? ഇല്ല, ഇതാണ് ഏറ്റവും ബെസ്റ്റ് പാട്ട്. ഇത് ബെസ്റ്റ് പാട്ടാണ്. ബെസ്റ്റ് പാട്ടാണോ? ബെസ്റ്റ് പാട്ട് എന്താ? അനിയൻ. അനിയനോ? യെസ്. അനിയൻ. പ്ലീസ്. ചേട്ടനില്ലേ? ചേട്ടൻ ഉണ്ട്. ചേട്ടൻ ചെറീസോ. ഓക്കെ, എനിക്ക് അത് ഒരെണ്ണം കഴിക്കാൻ തോന്നുന്നു. എനിക്കോ? നീ എന്തെങ്കിലും എടുത്തോണ്ടേ ഞങ്ങളുടെ അടുത്തുനിന്ന്. ഓക്കെ, ഞങ്ങൾ ഇച്ചിരി ഉദാരം മനസ്സിലാക്കാം. നിങ്ങളുടെ കൂട്ടല്ല. അയ്യോ, ചേച്ചി ആ ചൈവ് നടത്തുന്നോ? വേണ്ടാന്ന് പറയണ്ടായിരുന്നു. ഇത് ചേച്ചിയുടെ മച്ചനീസ് ആണോ? ഒരു സ്ലോ മോഷൻ. ഓ, ഇത് നാളെ വരെ വെക്കണോ? എന്തിന്? ഇതിപ്പോ 2 മിനിറ്റ് സാധനം അറിയോ? ഇപ്പൊ കഴിക്കാനാണോ? ഓക്കെ, ഞാൻ ഇതോർത്ത് പിക്നിക്കിന്റെ ആണ്. അതിന് വേറെ സാധനമുണ്ട്. ഓക്കെ, നിന്റെ കുബേരം മാറ്റണ്ടേ? കുളിക്കണ്ടേ? അതെ, ഞാൻ കൊറേ നേരമായിട്ട് ഞാൻ പറയുന്നുണ്ട്. എന്റെ ചേട്ടന് മാത്രം ഏപ്രിൽ ഉണ്ടല്ലോ. സൈഡ് ഇങ്ങനെ മറ്റേ സിനിമാറ്റിക് ആയിട്ട് എടുത്തോണെങ്കിൽ. ഓ എടാ, എനിക്ക് അത്ര കഴിവൊന്നും ഇല്ലടാ. ഞാൻ പാവപ്പെട്ട യൂട്യൂബർ. 100 പേര് കാണും എന്റെ വീഡിയോസ്. നീ ഒരു സംഭവം തന്നെ. ആരുടെയാ ഭർത്താവ്? ആരും കളിയാക്കിയില്ലല്ലോ. അതെ, അതാർക്കൊന്നും പറയാൻ പറ്റില്ല. ഫ്രിഡ്ജിലിരിക്കുന്നേ. ഓ, ഓക്കെ. ഇനി ഇതിനെ അവനിൽ വെക്കുവോ? ഞാനാ വെക്കാൻ പോകുന്നത്. എന്റെ ചേട്ടന്റെ തമ. ഓ, അത് സ്റ്റൈലായിട്ട് തന്നെ നീ വെച്ചൂലോ. ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. ലോട്ട്സ് ഓഫ് ചീസ്. എക്സ്ട്രാ ചീസി. ഞാനുണ്ടല്ലോടാ പണ്ട് വിചാരിച്ചത് ചീസ് ഭയങ്കര അൺഹെൽത്തി ആണ്. പക്ഷെ ചീസ് കൊറേ പ്രോട്ടീൻ ഒക്കെ അല്ലേ. ചെഡർ ചീസ് അടിപൊളി സാധനം. എന്താ സന്തോഷം. എടുപ്പിക്കാം. ഒന്നും സംഭവിക്കുന്നില്ലടോ. ഓ, അബി എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നടാ. നീ ഭയങ്കര എന്നെ എൻകറേജ് ചെയ്തു വീഡിയോ എടുക്കാൻ. സ്പെഷ്യൽ എന്താ നിങ്ങൾക്ക്? ഞാൻ ചിലപ്പോ നിങ്ങളുടെ ഇതില് കൈയിടാൻ വരും കേട്ടോ. എന്താ, ഞാൻ കുഞ്ഞിപ്പങ്ങളല്ലേ. കുഞ്ഞി പെങ്ങളുടെ ഡയലോഗ് എടുത്തോണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ ചേട്ടാ, ഒരു സ്പൂൺ. ഈസി. ചെയ്ത് അവസാനം പോയി. എല്ലാം കൂടെ ഒരൊറ്റ വെച്ചതൊക്കെ യൂട്യൂബിൽ വരും കേട്ടോ. ആദ്യം ഇഷ്ടപ്പെട്ട ആ സാധനമായിരുന്നു അമ്മേന്. പിന്നെ എല്ലാം കഴിഞ്ഞാണോ? എല്ലാ കഴിഞ്ഞ പൊരുത്തം പറഞ്ഞത് ഉണ്ടാക്കുന്നതെല്ലാം അങ്ങനല്ലേ അബി? റെസ്റ്റോറന്റ് ലെവൽ ഫുഡല്ലേ. എന്റെ ഒരു ഭാഗ്യല്ലേ. ഞാൻ ഇതുകൊണ്ടാ കേട്ടോ നിന്നെ കല്യാണം കഴിച്ചത്. ഇപ്പൊ നീ തുറന്നു പറയാലോ. സ്നേഹം കണ്ടിട്ടാ നിനക്കെന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഫുഡ് കഴിക്കാനാണ്. പോടാ, ഞാൻ ഫുഡ് കഴിക്കത്തില്ലല്ലോ. ഐ എം നോട്ട് എ ഫുഡി. അതെന്തുകൊണ്ടാ? നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നോണ്ട്. എന്ത് കിട്ടുവായിട്ടാ നീ കട്ട് ചെയ്ത് ഇങ്ങനെ കുഞ്ഞു പീസസ്. ടേസ്റ്റ് വരുമോ? നല്ല ഷാമ്പൂ കണ്ടീഷണർ ആയിരുന്നു. നല്ലൊരു ഫ്രഷ് ഫീൽ.
അടിപൊളി സാധനം കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കൊന്നുമില്ല. ശരിക്കും ഇതിപ്പോ ആ ജോളിബിയിലുള്ളവരെ കാണിക്കണം. ഉണ്ട്. അടിപൊളി. ശരിക്കും ആണോ? ചേട്ടാ ചേട്ടാ കുടിക്കാനെങ്കിൽ വാങ്ങിക്കാനാണ് ഞാൻ ഭയങ്കരമായിട്ട് പോക്ക് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തൈര് എടുക്കുകയാണ്. ചേട്ടനും ചേച്ചിയും കോക്ക് വാങ്ങാനായിട്ട് പോയി. പെട്ടെന്ന് അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ക്രേവിങ്. നമുക്കില്ലല്ലോ അത്രയ്ക്ക്, നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് തോന്നില്ല. പക്ഷെ കിട്ടിയാൽ കുടിക്കും. എനിക്ക് നന്നായിട്ടുണ്ട്. നിനക്ക് എന്തിലാണ് ഇല്ലാത്തതെന്ന് എന്നോടൊന്ന് പറ. നിനക്ക് എല്ലാത്തിനോടും അങ്ങനല്ലേ?